ചാനലിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ. CPM സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെ 24 ജേർണലിസ്റ്റുകൾ നടത്തിവരുന്ന പരസ്പര യുദ്ധവും തമ്മിലടിയും ചാനലിന്റെ റേറ്റിംഗ് കുറച്ചു എന്ന് വിലയിരുത്തലുണ്ട്. ഞാൻ ചാനലിൽ ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നു എന്ന ശ്രീകണ്ഠൻ നായരുടെ അറിയിപ്പ് ഇപ്പോൾ ശബ്ദരേഖയായി പുറത്തു വന്നിട്ടുണ്ട്. ശ്രീജിത്തും ദീപക് തർമ്മളും നോക്കി നിൽക്കുമ്പോഴാണ് AK ബാലൻ പൊട്ടിക്കരയാൻ ശ്രമിക്കുന്നതും അത് മീഡിയ വണ്ണിന്റെ എക്സ്ക്ലൂസീവായിട്ട് സംഭവമായിട്ട് വരുന്നത്. പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു. ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി. അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് തർമ്മൾ എടുത്തു എന്നുള്ളതും ഈ കൊല്ലത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു. എന്തായാലും നിങ്ങളുടെ വിശദീകരണം എത്രയും പെട്ടെന്ന് അയക്കുക. എനിക്ക് വെരി പർട്ടിക്കുലർ കേട്ടോ. ഞാൻ അതിനകത്തൊരു ആക്ഷൻ എടുക്കും എന്തായാലും. ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതികൾ ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഓടി വരുന്നത്. ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപക് തർമ്മളും പറയുന്നു. എന്നാൽ ഞാൻ വാർത്ത കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. ശ്രീജിത്ത് പറയുന്നു ബൈക്ക് എടുക്കാൻ ഏൽപ്പിച്ച് വിളിച്ചില്ല എന്ന് പറയുന്നു. ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല. ഏകോപനത്തിന് ചുമതലയുണ്ടായ ശ്രീജിത്ത് അതിൽ ഫെയിൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കുകൾ വ്യക്തമാകും. ഞാൻ വളരെ ആഴത്തിൽ അന്വേഷിച്ചപ്പം ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ 24ന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട്. കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകിയെന്നുള്ള സത്യമാണെങ്കിലും ഒരു മത്സരത്തിന് മുൻപിൽ നിന്ന് ഞാൻ ക്ലോസ് ആയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി ആർ ഫാർ ബിഹൈൻഡ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ടം ഈഗോ ആണ്. ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചെലവഴിച്ച് സമയവും ചെലവഴിച്ച് ആളുകൾ പോകുന്നതെന്ന് ആലോചിക്കണം. ഇത് ശ്രീജിത്തും ദീപക് തർമ്മളവും മറ്റുള്ള 4 പേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിലെ ഏത് ഡെസിഗ്നേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. മറ്റു സീനിയേഴ്സ് ഇത് വായിച്ചറിയട്ടെ. മാത്രമല്ല ഈ സ്ഥാപനമാണോ വലുത് നിങ്ങളുടെ ഈഗോ ആണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുക. ഈഗോ നിങ്ങൾക്ക് പിന്നെ പിടിക്കാറുണ്ടല്ലോ. സ്ഥാപനം നന്നായിട്ട് പോട്ടെന്നുള്ളതല്ലേ. നമ്മൾ ഈ മത്സരത്തിന് മുൻപിൽ ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയൊക്കെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തോട് ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ഇവരൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ മെന്റലി ഞാൻ വളരെ രോഷത്തിലാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഗോപികൃഷ്ണൻ എല്ലാ റീജിയണൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് വയ്ക്കുക. ഒരാളില്ലെങ്കിൽ അടുത്ത ആളായിരിക്കും ടേക്ക് ഓവർ ചെയ്യുന്നത് തീരുമാനിക്കുക. കോഴിക്കോട്, ഡൽഹി, അതുപോലെ തന്നെ കൊച്ചിൻ ഈ സ്ഥലത്തെല്ലാം. കാര്യം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇത് പനിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ പനിയാണെന്ന് അറിയിച്ചാൽ അടുത്ത ആൾ ടേക്ക് ഓവർ ചെയ്യാൻ ഒരാളില്ലാത്ത അവസ്ഥ വരരുത്. ഇനി നമ്മൾ ഈ മത്സരം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലീഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലികാസ്റ്റ് താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കണം. ദിലീപും ടേക്ക് ഓവർ ചെയ്യുക. ഏതെങ്കിലും സമയത്ത് ഒരു റിപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഡെസ്കിൽ നിന്ന് ദിലീപ് റിപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ്ലി, അതല്ലെങ്കിൽ മറ്റുള്ളവരും റിപ്പോർട്ട് ചെയ്യുക. ഇത് ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നടപ്പാക്കുക. ഇതൊരു ഇന്റേണൽ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കുകയാണ് 24-ൽ. കാരണം നമുക്ക് ഐ ആം ഫെഡ് അപ്പ്. കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനകത്ത് സംഭവിക്കുന്നത് ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് വാളെടുക്കാൻ തീരുമാനിച്ചു. അതാണ് ദാറ്റ് ഈസ് മൈ ഡിസിഷൻ. ഓക്കെ. ഞാൻ പല റീജിയണൽ ബ്യൂറോകളും സിംഗിൾ മാൻസ് ബ്യൂറോയിലൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ എന്നുള്ള പരാതി നിരന്തരം കേൾക്കും. എന്നാൽ ഇന്നുണ്ടായ ഒരു സംഭവം 6 ലൈവ് ബാഗ് ഉള്ള തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന് ഒരു ഷോട്ട് എടുത്തേക്കാൻ വേണ്ടി ക്യാമറമാനെ ഡെപ്യൂട്ടിയുള്ള 6 ലൈവ് ബാഗാണ് അവിടെ ഇരുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നന്നാക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ എടുക്കും. അത് ചിലപ്പോൾ കുറച്ച് ആർഷ് തീരുമാനങ്ങളായിരിക്കും. അതിന് പണ്ടത്തെ പോലുള്ള വലിയ പരിഗണന കടയൊക്കെ ഞാൻ അടച്ചു കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അതായത് നിങ്ങൾ റിപ്പോർട്ടർ തന്നെ പോകണം നിർബന്ധമില്ല. ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദിലീപോ അല്ലെങ്കിൽ ഡെസ്കിലുള്ള ആരെങ്കിലും റിപ്പോർട്ടേഴ്സോ അത് കൊടുത്തോളും വാർത്ത. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പരമാവധി ഉപയോഗിക്കണം. ഇന്ന് മുതൽ റിപ്പോർട്ടർക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത് റീജിയണൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂൾ ചെയ്ത് വിടുക. അവിടെ തിരുവനന്തപുരത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഷെബീദ് റാവത്ത് ബ്യൂറോ ചീഫ് തൊട്ട് താഴെ ഓട്ടോമാറ്റിക് ലെവലിൽ ശ്രീകാന്തിനെ കൂടെ വയ്ക്കുകയാണ്. ആദ്യം ഇൻ കേസ് ഷെബീദ് റാവത്ത് എങ്ങോട്ട് നീങ്ങിയാലും ശ്രീകാന്തിനായിരിക്കും ചാർജ്. അപ്പോൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് ആണ്. ശ്രീകാന്ത് 3 മാസത്തേക്ക് ടൂറിലാണ് ട്രിവാൻഡ്രത്തേക്ക്. അപ്പം ഇന്നിപ്പം ഷെബീദ് റാവത്തിനെ വിളിച്ചാൽ കിട്ടുന്നില്ല. ഒരു ചീഫ് എഡിറ്റർ ഒരു റിപ്പോർട്ടറെ അന്വേഷിച്ചടക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അതിശക്തമായ തീരുമാനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വരിക, ഇൻഫ്രാസ്ട്രക്ചർ പരമാവധി ഉപയോഗിക്കുക, ക്യാമറമാനെ. കൊല്ലത്ത് നടന്ന CPM സമ്മേളനത്തിന്റെ റിപ്പോർട്ടിങ്ങിനിടെ മുതിർന്ന 2 ജേർണലിസ്റ്റുകൾ തമ്മിലുണ്ടായ ഈഗോ പ്രശ്നങ്ങൾ സ്ഥാപനത്തിന്റെ പ്രകടനത്തെ ബാധിച്ചുവെന്നും ഇക്കാര്യത്തിൽ ഇരുവരും വിശദീകരണം നൽകണമെന്നുമാണ് അതീവ രോക്ഷാകുലനായി ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെടുന്നത്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും പണ്ടത്തേതുപോലുള്ള പരിഗണനയുടെ കടയെല്ലാം അടയ്ക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശ്രീജിത്ത് 24 ന്യൂസിന്റെ തിരുവനന്തപുരം റീജിയണൽ ബ്യൂറോ ചീഫാണ്. ദീപക് ധർമ്മടം കോഴിക്കോട് ചീഫും. ഈ 2 ജേർണലിസ്റ്റുകളും CPMൽ ബന്ധമുള്ളവരും മികച്ച വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളവരുമാണ്. എന്നാൽ ഇരുവരെയും ഒന്നിച്ച് സമ്മേളന റിപ്പോർട്ടിങ്ങിന് നിയോഗിച്ചപ്പോൾ പരസ്പരമുള്ള ഈഗോ കാരണം പല വാർത്തകളും മുങ്ങിപ്പോയി. പാർട്ടി പദവികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട AK ബാലൻ കൊല്ലത്ത് പൊട്ടിക്കരഞ്ഞപ്പോൾ ശ്രീജിത്ത് തൊട്ടടുത്ത് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ലെന്നും ശ്രീകണ്ഠൻ നായർ പറയുന്നു. ഇങ്ങനെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞ ശേഷമാണ് ചീഫ് എഡിറ്റർ എന്ന നിലയ്ക്കുള്ള രോക്ഷപ്രകടനം. ചാനലിന്റെ ആരോഗ്യത്തിനും നേട്ടത്തിനും വളരെ പോസിറ്റീവായ മെസ്സേജും മറ്റുമാണ് ശ്രീകണ്ഠൻ നായർ നൽകുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒറ്റയ്ക്ക് പൊരുതി വളർത്തിയ ചാനൽ എന്ന നിലയിൽ അതിന്റെ എല്ലാ വികാരവും ആശങ്കയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.